തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ കണ്ണൂരിലെ പാർട്ടി അണികൾക്കിടയിൽ അമർഷം പുകയുകയാണ്. തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നേതൃത്വത്തിനാണെന്ന വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്നത്. നേതൃത്വം തിരുത്തിയില്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയോടുള്ള വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്ന് P. ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു. അതിനിടെ പയ്യന്നൂരിലെ തോൽവിക്ക് പിന്നാലെ മേഖലയിൽ CPIM-ൽ വീണ്ടും വിഭാഗീയത രൂക്ഷമാവുകയാണ്. അരനൂറ്റാണ്ടായി CPIM-നെ നെഞ്ചിലേറ്റിയ പയ്യന്നൂരിലും തളിപ്പറമ്പിലുമേറ്റ കനത്ത തോൽവിയുടെ ഞെട്ടൽ പാർട്ടി നേതൃത്വത്തിന് വിട്ടുമാറിയിട്ടില്ല. മട്ടന്നൂർ, ധർമ്മടം, കൂത്തുപറമ്പ്, കല്യാശ്ശേരി തുടങ്ങിയ ശക്തികേന്ദ്രങ്ങളിൽ പോലും വൻതോതിൽ വോട്ട് ചോർന്നത് നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്നാണ് അണികളുടെ വികാരം. ഇതിന്റെ പ്രതിഫലനമാണ് വിവിധയിടങ്ങളിൽ ഉയരുന്ന പ്രതിഷേധ സ്വരങ്ങൾ. ധർമ്മശാലയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ജില്ലാ സെക്രട്ടറി KK രാഗേഷിനുമെതിരെ മോറാഴ സഖാക്കൾ എന്ന പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന സെക്രട്ടറിമാരെ മാറ്റണമെന്നാണ് ആവശ്യം. ഭൂരിപക്ഷം 4-1 കുറഞ്ഞ മട്ടന്നൂർ, കോളയാട് പാർട്ടിയാണ് വലുത്, നേതാക്കളല്ല എന്ന തലക്കെട്ടോടെയാണ് മുഖ്യമന്ത്രിയുടെയും MV ഗോവിന്ദന്റെയും ചിത്രങ്ങളുള്ള ഫ്ലക്സുകൾ ഉയർന്നത്. P. ജയരാജന്റെയും M. സ്വരാജിന്റെയും ചിത്രങ്ങളുള്ള ഫ്ലക്സിൽ നയിക്കാൻ ഇവരുണ്ടെങ്കിൽ കൂടെ ഞങ്ങളുണ്ടാകുമെന്നാണ് പ്രഖ്യാപനം. ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ സോഷ്യൽ മീഡിയ പേജിലും അണികൾ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. P. ജയരാജൻ സെക്രട്ടറിയായിരുന്നെങ്കിൽ ഇത്തരമൊരു പരാജയം സംഭവിക്കില്ലായിരുന്നു എന്നാണ് സൈബർ ഇടങ്ങളിലെ പൊതുവികാരം. അതിനിടെ CPIM തറപറ്റിയ പയ്യന്നൂരിൽ വിഭാഗീയത വീണ്ടും മറനീക്കി പുറത്തുവരികയാണ്. ഏരിയ സെക്രട്ടറിയുടെയും മുൻ MLA-യുടെയും ചിത്രങ്ങൾ ചേർത്ത് പയ്യന്നൂർ ഡയറീസ് എന്ന പേജിൽ വന്ന പോസ്റ്റുകൾ പ്രാദേശിക നേതൃത്വത്തിലെ ഭിന്നതയാണ് വ്യക്തമാക്കുന്നത്. ഇതിനെതിരെ ഏരിയ കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ പാർട്ടി യോഗങ്ങൾ ചേരാനിരിക്കെ താഴെത്തട്ടിൽ നിന്നുയരുന്ന ഈ പ്രതിഷേധങ്ങൾ നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാകും. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.